മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ. ഈ പാട്ട് ആദ്യം ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ഒന്ന് പറഞ്ഞു, ഇനി ഇതുപോലൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ. അപ്പം ഞാൻ അന്ന് അവരുടെ അടുത്തേക്ക് കുറേ പറഞ്ഞു, അങ്ങനൊന്നുമല്ല, ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പാട്ടാണ്. സ്റ്റുഡിയോയിൽ എത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണേ ഉള്ളൂ, പാട്ടൊന്നും ആയിട്ടില്ല. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ട്യൂണൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോയി ഹമ്മിങ്, അതിൽ ലിറിക്സ് ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ചെയ്ത പാട്ടാണ് നീ ഹിമമഴ. ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. ശരിക്കും മ്യൂസിക്കിന് അങ്ങനെ ഒരു ലാംഗ്വേജെന്നോ അല്ലെങ്കിൽ ഇന്ന നാട് അങ്ങനെയൊന്നും യാതൊരു ബാരിയറും ഇല്ല. അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും ശ്രീനിവാസ്, ഉണ്ണിമേനോൻ, ഉണ്ണികൃഷ്ണൻ, ഇവരാരും തമിഴിലോ മറ്റു ലാംഗ്വേജസിലൊന്നും പാടില്ലായിരുന്നു. ഞാൻ മ്യൂസിക് കരിയർ തുടങ്ങി ആദ്യഘട്ടത്തിലാണ് എനിക്ക് SPB സാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. സാറ് നമ്മളെ സ്റ്റുഡിയോയിലോട്ട് കയറി വന്നിട്ട് സാറ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് സാറെന്ന് വിളിച്ചിട്ടാണ്. നമ്മൾ കേട്ട് വളരുന്ന പാട്ടുകളായിരിക്കും ഓരോ ജനറേഷനും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്. നമ്മൾ വളർന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് രവീന്ദ്രൻ മാസ്റ്ററിനെയും ജോൺസൺ മാഷിൻ്റെയും പാട്ടുകളും. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറിനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 90s. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു സാമൂഹിക ബോധമുള്ള ഒരു കലാകാരനായിട്ട് കണ്ടിട്ടുണ്ട്. ശരിയല്ല എന്ന് തോന്നുന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പറയാന്നുള്ളത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പം നിങ്ങൾ എന്നെ മ്യൂസിഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ ഗസ്റ്റായി വിളിക്കുന്നു, അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊരു വേറൊരു ഗവൺമെൻറ് ഒരു എംപ്ലോയിനെ വിളിക്കൂ, അല്ലെങ്കിൽ ഒരു സിംഗറിനെ വിളിക്കൂ, ആർട്ടിസ്റ്റിനെ വിളിക്കൂ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിക്കൂ. എന്നിട്ട് ഈ കുട്ടികൾക്ക് വീക്ക്ലി വൺസ് വല്ലതും ഒരു ജസ്റ്റ് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വയ്ക്കൂ. എത്ര പേരെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റീലില് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഇട്ടിമാണിയിലൊരു സോങ് ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ അതെ അമ്മയുള്ള കാലത്തോളം കുഞ്ഞു തുമ്പിയായി എന്നുള്ളൊരു വരിയുണ്ട്. അത് കയറിയപ്പോൾ 5-6 വർഷത്തിന് ശേഷം ഭയങ്കരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് ആയിട്ട് വരുന്നു. ഒരു അഡ്വക്കേറ്റ് വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു സോങ് ഉണ്ട് ഇന്ന പടത്തിലെ പാട്ടെന്ന്, ഈ പെർട്ടിക്കുലർ സോങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം. മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിൻ്റെ എപ്പോഴും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് കയറി നമുക്ക് ചില സമയങ്ങളിൽ ഇറങ്ങുമ്പോൾ നമുക്കത് ഈ പാട്ട് കുറച്ചുകൂടെ ഡിസേർവ് ചെയ്തിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ചിലപ്പോൾ അത് എവിടെ എത്താതെ പോകും. പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതാണ് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു മാജിക്. ഹായ് കൈലാസ്, വെൽക്കം ടു സവി ടോക്സ്. താങ്ക് യു. വളരെയധികം സന്തോഷം എന്തായാലും ഈ ഒരു സമയം മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിലേക്ക് വന്നതിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു പാട്ടിൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആയിക്കോട്ടെ. ഏത് പാട്ട്? ജീവാംശമായി. ഓക്കെ, തീർച്ചയായിട്ടും. മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ. ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിടാം വിലോലമായി. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായാ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. ഇനി പാടിയാ പാടിക്കൊണ്ടേയിരിക്കും, ഇതിനൊരു അന്തമില്ലാതെ പോയി. അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്, കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റേജ് ഷോയിലാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിമമഴയാണ് മാറ്റിപ്പിടിച്ച് നമ്മൾ ജീവാംശമായി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് ഫുൾ ഇതിന് തന്നെ വേണ്ടി വരും. ഞാൻ ഇത് പാടി 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 ഒരു വഴിയായി മടുത്തിട്ടുണ്ടാവും അല്ലേ സാർ? നമ്മള് പുതിയ പാട്ട് ഈ പാട്ടല്ലേ ഫസ്റ്റ്. ഇതും എനിക്ക് തോന്നുന്നു നീ ഹിമമഴയായി അത്രയധികം ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അല്ലേ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ശരിക്കും അത് ഈ പാട്ട് ആദ്യം ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ഒന്ന് പറഞ്ഞു, ഇനി ഇതുപോലൊരു പാട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ. അപ്പം ഞാൻ അന്ന് അവരുടെ അടുത്തൊക്കെ കുറേ പറഞ്ഞു, അങ്ങനൊന്നുമല്ല, ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പാട്ടാണ്, ഇതുപോലെ ഇനി എനിക്കൊരു പാട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര നല്ല പാട്ടുണ്ടാക്കിയാലും ആ പാട്ടും അതിൻ്റെ വിഷ്വൽസും ഒരു മൂവി അതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് ഒരു സംഭവിക്കുന്ന മാജിക് എപ്പോഴും സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ എത്ര തലവത്തി വന്നു കഴിഞ്ഞാലും
അങ്ങനെ സംഭവിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലതൊക്കെ ഒരു മാജിക് അത് ആണ് ചില സമയത്ത് സംഭവിക്കുന്നതാണുള്ളത്. അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തീവണ്ടി എന്ന സിനിമയിലെ ഒരു വിഷ്വൽസും ആ ഒരു പാട്ടും എല്ലാം എല്ലാം കൂടെ കറക്റ്റ് ഒരു ടൈമിങ്ങിൽ വന്ന് ചേർന്നതിൻ്റെ ഒരു എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തൊരു സോങ് തന്നെ അങ്ങനെ ആൾക്കാരിൽ എത്തിയത് വലിയൊരു ഭാഗ്യം, സൂപ്പർ ഹിറ്റായി എന്നാണ് പറയാല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം സമയം എടുത്തോ ശരിക്കും ഈ ഒരു പാട്ടെല്ലാം, നീ ഹിമമഴയായി എന്നുള്ളതിന്റെ എല്ലാം? അത് ഓരോ പാട്ടും ഓരോ പോലെയാണ്. ചിലതൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഹിമമഴ എന്നുള്ള സോങ് ഒക്കെ വളരെ പെട്ടെന്നുണ്ടായ പാട്ടാണ്. അതായത് സിംഗറിന്റെ അടുത്ത് നമ്മൾ ചില സമയം അങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. അവസാന നിമിഷമാകുമ്പോഴേ നമുക്ക് ചൂട് കയറുള്ളൂ എന്ന് പറയില്ല. നമുക്ക് ഒരു മാസം സമയം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം അത് പരീക്ഷയിലൊക്കെ അങ്ങനെയായിരുന്നു. അതേ സ്വഭാവം തന്നെ, പണ്ടത്തെ സ്വഭാവം തന്നെ. അപ്പോൾ ഹിമമഴയായി എന്നുള്ള പാട്ട് അതായത് ഇനിയെങ്കിലും എന്തായാലും ഇത് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സിംഗറിന്റെ അടുത്ത് നിത്യയാണ് ട്രാക്ക് പാടാനായിട്ട് വന്ന് നിത്യനെ സ്റ്റുഡിയോയിലോട്ട് വിളിച്ച് നിത്യ സ്റ്റുഡിയോയിൽ എത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണേ ഉള്ളൂ, പാട്ടൊന്നും ആയിട്ടില്ല. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ട്യൂണൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോയി ഹമ്മിങ്, അതിൽ ലിറിക്സ് ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ചെയ്ത പാട്ടാണ് നീ ഹിമമഴയായി. അപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ ഒരു പാട്ടെന്നൊക്കെ പറയില്ലേ. അതെ അതെ അതെ. ഇപ്പോൾ ആസ് എ മ്യൂസീഷ്യൻ എല്ലാവർക്കും അറിയാം കൈലാസ് മേനോനെ മ്യൂസീഷ്യനായിട്ടും, അതേപോലെ തന്നെ കുറേയധികം പരസ്യ ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്നു 1800-ലധികം പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. 13 കൊല്ലമായിട്ട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. പക്ഷേ അതിലും അപ്പുറം ഞാൻ നോക്കിക്കാണുന്ന ഒരു കൈലാസ് മേനോനുണ്ട്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു സാമൂഹിക ബോധമുള്ള ഒരു കലാകാരനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേയധികം പോസ്റ്റ് ഇട്ടിട്ട് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെതിരെ കുറേയധികം പോസ്റ്റ് ഇട്ടിട്ടെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ചെറിയൊരു ഭയമാണ്, ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പലതിനെ പ്രതികരിക്കാനുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ ആ ഒരു ഭയം താങ്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ? ഭയമില്ലാത്തതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാര്യം നമുക്കറിയാമല്ലോ, ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ആൾക്കാർ ഇരിക്കുകയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പറയാന്നുള്ളത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ എനിക്ക് ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ആ ഒരു പ്രതികരണ ശേഷി ഭയങ്കര അധികം കുറഞ്ഞതുപോലെ തോന്നുന്നു. അത് ഈ പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ. കാര്യം എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈബർ അറ്റാക്ക് തന്നെ നമുക്കെതിരെ ഉണ്ടാവുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ചിലപ്പോൾ നമുക്കത് അഫക്റ്റ് എന്ന് വെച്ചാൽ കരിയറിലൊക്കെ ചിലപ്പം നമ്മളറിയാതെ നമ്മളത് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. കാരണം ചില സ്ഥലങ്ങളിൽ ചിലപ്പം നമ്മുടെ പേര് ഇതുകൊണ്ട് മാറ്റപ്പെടാം, അതൊക്കെ ഉണ്ടാവുമായിരിക്കാം. ആ പേടി എല്ലാവർക്കും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പക്ഷെ എത്രയെന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ഉണ്ടാവും, നമ്മളെ ലേബൽ ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് പേഴ്സണലി എനിക്ക് പൊളിറ്റിക്കലി എനിക്ക് ഒരു പെർട്ടിക്കുലർ പാർട്ടിയോടും ചായ്വുള്ള ആളല്ല ഞാൻ. അപ്പോൾ ആൾക്കാർ പറയും രാഷ്ട്രീയവാദം, അങ്ങനെയല്ല പറയുന്നത്. പൊളിറ്റിക്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. പൊളിറ്റിക്സ് നമുക്കൊരിക്കലും ഒരു പാർട്ടിയോടുകൂടി ഒരു കക്ഷി രാഷ്ട്രീയം ആവണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. അതൊരിക്കലും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ തെറ്റെന്ന് കാണുന്നത് എന്തിനും എതിർക്കാനും ശരിയെന്ന് കാണുന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാനും അതായിരിക്കണം ഒരു കറക്റ്റായിട്ടുള്ളൊരു രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ലേബിൾ ചെയ്യാനായിട്ട് ആൾക്കാർ. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇപ്പോൾ പറഞ്ഞതുപോലെ സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതായത് നമ്മൾ ഈ ആർക്കെതിരെ പറയുന്നോ ആ പറയുന്ന ആൾക്കാരുടെ ടീം ഒന്നിച്ചുകൊണ്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ പേരും ലിസ്റ്റും ഒക്കെ പോവും. എന്നിട്ട് ഇന്നയാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഈ പറഞ്ഞ അമ്മയും അച്ഛനൊക്കെ ഇടയ്ക്ക് ചോദിക്കും നിനക്ക് എന്തിൻ്റെ കേടാണ് മിണ്ടാതിരുന്നൂടെ എന്ന്. അവർക്കാണല്ലോ പേടി. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പിന്നെ ഭാഗ്യത്തിന് നമ്മൾ കേരളത്തിലാണ്, മറ്റേതാ ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മോശമായിരിക്കും സിറ്റുവേഷൻ. ഇവിടെ കുറച്ചുകൂടെ ആ പറഞ്ഞ ഒരു നമുക്ക് വോയിസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തുറന്ന് സംസാരിക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ പലർക്കും പ്രതികരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുമായിരിക്കാം. പക്ഷെ പ്രതികരിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് വെച്ചിട്ട് കൊണ്ടായിരിക്കാമോ, ലൈക്ക് മെയിനായിട്ട് പ്രതികരിക്കാത്തത്? തീർച്ചയായിട്ടും ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്ലോമസി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് ആണെന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അതായിരിക്കും ഒരു റീസൺ തോന്നുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ചില ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് നോക്കിയിട്ട്
അവസരങ്ങൾ കൊടുക്കാനും കൊടുക്കണ്ടെന്ന് കരുതുന്ന ആൾക്കാരും ഒക്കെ നമുക്കിടയിൽ ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിലും നല്ല രീതിയിലുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഓർത്തിട്ട് പലർക്കും എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നൊരു തോന്നലായിരിക്കും, വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത് എന്തിനാന്നൊരു തോന്നലായിരിക്കും. പക്ഷേ അല്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് പ്രതികരിക്കാൻ തോന്നുമ്പോൾ നമ്മൾ പ്രതികരിക്കുക. പിന്നെ ഒരു ചോദ്യമുണ്ട്, നമ്മളിങ്ങനെ പ്രതികരിച്ചിട്ട് എന്ത് കാര്യം, അതിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ കണ്ട എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മളെ മുമ്പത്തെ തലമുറ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഇത്രയും ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം പക്ഷെ അത് കുറച്ച് കുറവാന്ന് തോന്നുന്നു. പക്ഷെ അത് തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ചിട്ടല്ല ഇങ്ങനത്തെ ഒരു കഴിവ് ഇപ്പോൾ കൈലാസിനെ പോലെ കുറേയധികം മീഡിയയിൽ മാത്രമല്ല പല ഇൻഡസ്ട്രിയിലും എല്ലാവരും കടന്ന് വരട്ടെ, എല്ലാവരും പ്രതികരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു കാഴ്ചപ്പാട്. ആക്ച്വലി കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറേയധികം നല്ല സിംഗേഴ്സ്, അത് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. കുറേയധികം സിംഗേഴ്സ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ സിംഗേഴ്സിനെ നോക്കാതെ പുറത്ത് നിന്ന് സിംഗേഴ്സ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറേയധികം പാട്ടുകൾ പാടുന്നുണ്ട്? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും മ്യൂസിക്കിന് അങ്ങനെ ഒരു ലാംഗ്വേജെന്നോ അല്ലെങ്കിൽ ഇന്ന നാട് അങ്ങനെയൊന്നും യാതൊരു ബാരിയറും ഇല്ല. അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും ശ്രീനിവാസ്, ഉണ്ണിമേനോൻ, ഉണ്ണികൃഷ്ണൻ, എന്താ പറയുക, ഇവരാരും തമിഴിലോ മറ്റു ലാംഗ്വേജസിലൊന്നും പാടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർട്ടിന് അങ്ങനത്തെ യാതൊരുവിധ ബാരിയറും ഇല്ല. അതിപ്പോൾ നമുക്ക് ആര് ചേരുന്നു, ഇന്ന ഒരു ആർട്ടിന് ആരാണ് ഏറ്റവും സൂട്ടബിൾ ആവുന്നത് ആളെ വിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെ മലയാളത്തിൽ സിംഗേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ ശ്രേയ ഘോഷലിനെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ വളരെ ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടുള്ള ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം എല്ലാവരും എല്ലായിടത്തും പോയി, നമ്മൾ ലോകം മുഴുവൻ നടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് ആൾക്കാരെ വിളിച്ച് പാടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഇമ്മച്യൂർ ആണെന്ന് തോന്നുന്നു. ഇപ്പം ശ്രേയ ഘോഷാലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ പറഞ്ഞ നമ്മുടെ ഇതുവരെയുള്ള മ്യൂസിക് ലൈഫിലെ മറക്കാൻ പറ്റാത്ത കുറച്ച് എക്സ്പീരിയൻസുകളിൽ ഒന്നാണ് ശരിക്കും ശ്രേയ ഘോഷൽ, ചിത്ര ചേച്ചി, SP ബാലസുബ്രഹ്മണ്യം, SP സാറ്, ഇവരോടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആൾക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റി, ഇവരെന്തുകൊണ്ട് അവരായി മാറിയെന്നുള്ളത് നമുക്ക് അവരോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം ഇത്രയും കംഫർട്ടബിൾ ആക്കി, നമ്മളെ പോലെ പുതിയ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കി, നമുക്ക് എന്താ പറയുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോമ്പോസിഷൻ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് എത്തിക്കാനായിട്ട് ഇവർ അവരുടെ എഫേർട്ട് എടുത്ത് ആ ഒരു ഫയർ ഉണ്ടല്ലോ, അത് തന്നെയാണ് അവരുടെ സക്സസ്. അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ, ഞാൻ മ്യൂസിക് കരിയർ തുടങ്ങി ആദ്യ ഘട്ടത്തിലാണ് എനിക്ക് SPB സാറുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അറൗണ്ട് 2008 ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് സാറ് നമ്മളെ സ്റ്റുഡിയോയിലോട്ട് കയറി വന്നിട്ട് സാറ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് സാറെന്ന് വിളിച്ചിട്ടാണ്. അന്ന് എനിക്ക് 20-21 വയസ്സ് പ്രായം കണ്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളി നമ്മൾ ചോദിക്കുന്നത് സാർ 1 more take പള്ളാമ സാർ എന്നൊക്കെയാണ് വിളിച്ചു. അപ്പം നമ്മൾ അതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ ഇത്രയധികം, പുള്ളിക്ക് അങ്ങനെ, അദ്ദേഹത്തിന് അങ്ങനെ നമ്മളെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ അവർ അതിനെ കാണുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ അവർ അതിനെ കാണുന്നത് അത്രയും റെസ്പെക്റ്റോടുകൂടിയാണ്. അവിടെ ഈ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ഒരു പുതിയ ആളാണെന്നോ എക്സ്പീരിയൻസ്ഡ് ആണെന്നോ ഒന്നും. ചിത്ര ചേച്ചിയൊക്കെ ആണെങ്കിലും അതെ, ഒരു പാട്ടായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവരത് ഫുള്ള് കൈകൊണ്ട് എഴുതിയെടുത്ത് ഇത് ആരെഴുതി, ഏത് സിനിമയിലാണ്, ആരാണ് ഡയറക്ഷൻ, ആരാണ് പ്രൊഡ്യൂസർ, എല്ലാം കൃത്യമായി എഴുതിയെടുത്ത് പാട്ട് പാടി, അത് കഴിഞ്ഞത് കേട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് അടുത്ത ദിവസം വിളിച്ചിട്ട് കൈലാസ് ഇന്ന ഏരിയ നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഫയർ ഉണ്ടല്ലോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും. ശ്രേയ ഘോഷലിനാണെങ്കിലും അതെ, അത് ബെസ്റ്റാക്കാൻ വേണ്ടി അവർ എത്ര മണിക്കൂർ നിൽക്കാൻ വേണമെങ്കിലും എത്ര മണിക്കൂർ പാടാനും തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിപ്പോകും. അത്രയും ഡൗൺ ടു എർത്ത് അല്ല, ഇത്രയും കൊല്ലമായിട്ട് ഒരു അഹങ്കാരം. ഞാൻ ചിത്ര ചേച്ചിനെ അടുത്ത് കണ്ടിരുന്നു, അപ്പോഴാണ് നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ഓറ ഫീലാണ്. സീരിയസ്ലി അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരുടെയും കാലിൽ വീഴുന്ന സ്വഭാവമൊന്നും എനിക്കില്ല, അത് അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല. പക്ഷെ ചേച്ചീനെ കണ്ടപ്പോൾ നമ്മൾ അറിയാതെ ഞാൻ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവിച്ചത്, ഞാൻ അറിയാതെ കാരണം നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. കാരണം ഒന്ന് നമുക്കൊരു മദർലി ഫീലിംഗ് തോന്നും, നമുക്ക് നമ്മുടെ ആരോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ സൈഡിൽ റിലേറ്റീവാണ് ചേച്ചി. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറം നമുക്ക് ഒരു അടുപ്പം ആർക്കായാലും തോന്നിപ്പോകും. നമുക്ക് തോന്നും നമുക്ക് മാത്രം തോന്നുന്ന കാര്യം അങ്ങനെയല്ല, ചേച്ചി അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ആർക്കായാലും തോന്നിപ്പോവും നമ്മുടെ ആരൊക്കെയാണെന്ന് തോന്നിപ്പോവും. അതവരുടെ ഒരു ക്വാളിറ്റിയാണ്. അതോടൊപ്പം തന്നെ അന്ന് റെക്കോർഡിങ്ങിന് ശേഷം ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി ലഞ്ചിന് വിളിച്ച് ലഞ്ച് കഴിക്കാൻ ചെന്നപ്പോൾ ചേച്ചി ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചേച്ചിയുടെ ചില പാട്ടുകളൊക്കെ, കൈലാസ് ഞാൻ ഇങ്ങനൊരു പാട്ട് തെലുങ്കിൽ പാടിയിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ നമ്മളിങ്ങനെ ചേച്ചീനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും
ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്രയും ഒരു എക്സൈറ്റ്മെന്റും ചില പാട്ടുകൾ കേൾപ്പിക്കാൻ നേരത്തെ വിദ്യാജിയുടെ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ കന്നഡയിൽ പാടിയിട്ടുണ്ട്, അത് കൈലാസ് ഒന്ന് കേട്ട് നോക്കൂ, ഭയങ്കര നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് നമ്മളിങ്ങനെ വെച്ച് കേൾപ്പിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ഫയറും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എ.ആർ. റഹ്മാൻ ആണെങ്കിലും ചിത്ര ചേച്ചി ആണെങ്കിലും ശ്രേയ ഘോഷൽ, ഇവർക്ക് ലെജൻഡറി ഫിഗേഴ്സാണ്. ഇപ്പം ഇവരോളം തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. പക്ഷേ ഇവരെന്തുകൊണ്ട് ഇവരായി ഈ ഒരു ലെവലിൽ എത്തി എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ശരിക്കും ഈ പറഞ്ഞ അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു പുതിയൊരു പാട്ട്. ചേച്ചി എന്തായാലും ഒരു 10,000-ന് മുകളിൽ പാട്ട് പാടിയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ പുതിയൊരു പാട്ട് പാടാൻ നേരത്ത് കാണിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു എഫേർട്ടും ഒക്കെ ഉണ്ടല്ലോ, അതാണ് അവരുടെ ആ ഒരു ക്വാളിറ്റി. അതൊക്കെ നമുക്ക് പൊതുവേ നമുക്കിതൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഇപ്പോഴേക്കാൾ ഇത്തിരി കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അല്ലേ കുറേ അധികം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ അധികം കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ അതൊരു അഡ്വാൻറ്റേജ്. ഇപ്പം എനിക്ക് തോന്നുന്ന കൈലാസൊക്കെ വന്ന സമയത്ത് ഒന്നും അത് കുറവായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി, കുറച്ചുകൂടെ നമുക്ക് വിസിബിൾ ആവാനുള്ള ഒരു പോസിബിലിറ്റി. എനിക്ക് ഞാനൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഒരുപാട് വർഷം പഴക്കമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ വന്ന സമയത്ത് ആ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടും നമുക്കൊരു മെൻറ്ററിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. എൻ്റെ അച്ഛനും അമ്മയും ആരും ഈ ഫീൽഡിൽ നിന്നല്ല, അപ്പം നമുക്ക് കൃത്യമായ ഗൈഡൻസ് തരാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ആൾക്കാരിലൂടെ എത്താൻ, ഒരു സിംഗറിന് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് എത്താനാണെങ്കിലും ഒരു കമ്പോസറിന് ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് എത്താനാണെങ്കിലും എല്ലാം ഇന്ന് കുറെ കൂടി ഈസിയാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ആരും നമുക്ക് അവസരം തന്നില്ലെങ്കിലും നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഇന്ന് വളരെ കൂടുതലാണ്. അത് ഇന്നത്തെ എല്ലാവരും അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നല്ല കാര്യമാണ്. അതെ. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ഇയർ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ആണെങ്കിലും ജോൺസൺ മാഷിൻ്റെ ആണെങ്കിലും ആ ഒരു ഗോൾഡൻ ഇയറയ്ക്ക് ശേഷം ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഒരു മ്യൂസിക്കിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ചർച്ച ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ്. അന്നത്തെ മ്യൂസിക് അല്ലേ നല്ല മ്യൂസിക്, ഇന്നത്തെ മ്യൂസിക്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുമ്പോൾ ഡെഫിനറ്റ്ലി മാറ്റങ്ങളുണ്ടാവും. അതുമായിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ടായി പോകും, അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഒരു കല്യാണം ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു അങ്കിൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പാട്ട് കൊള്ളാട്ടോ, കുഴപ്പമില്ല, പക്ഷെ പണ്ടത്തെ പാട്ടുകളുടെ ഒന്നും അത്രയും പോരാ, ഒരുപാട് കാലം നിൽക്കുന്നില്ല കേട്ടോ എന്ന്. അപ്പോൾ ഞാനപ്പോൾ തന്നെ പുള്ളിയെടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് വളരുന്ന പാട്ടുകളായിരിക്കും ഓരോ ജനറേഷനും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു 10-20 വർഷം മുമ്പത്തെ പാട്ടുകൾ കേട്ട് ആ കാലഘട്ടത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അവരുടെ നൊസ്റ്റാൾജി എപ്പോഴും ആ കാലഘട്ടത്തിലെ പാട്ടായിരിക്കും. അപ്പം നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മളൊക്കെ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണെന്ന് തോന്നുന്നു. നമ്മൾ വളർന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് രവീന്ദ്രൻ മാസ്റ്ററിൻ്റെയും ജോൺസൺ മാഷിൻ്റെയും പാട്ടുകളും, അല്ലെങ്കിൽ വയലാർ ദേവരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറിനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 90s-ലൊക്കെ. അദ്ദേഹം ഇത്ര വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുമ്പോഴും ഒരു വിമർശനമായിരുന്നു ആൾക്കാർ. സെയിം ടൈം ഇപ്പോൾ എത്തിയപ്പോഴേക്കും എല്ലാവരും വിദ്യാജി, ഗിരീഷ് പുത്തഞ്ചേരി, അതാണ് മാസ്റ്റർ പീസ്, ഇന്നത്തതൊന്നുമല്ല എന്നുള്ളത് വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നോക്കിക്കോളൂ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോപി സുന്ദർ, ദീപക് ദേവൊക്കെ ആയിരിക്കും നെക്സ്റ്റ്. കാരണം അതിന് ഇനിയും സമയം എടുക്കും. അതായത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുന്നൊരു മ്യൂസിക് നമ്മളെ ശരിക്കും ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ പാട്ടും ആ മ്യൂസിക്കും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് തോന്നും ഇപ്പോഴത്തെ മ്യൂസിക് എത്ര എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് ഈ പല വിമർശനങ്ങൾക്കും കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഉണ്ടാവുന്ന ചേഞ്ചും. ഇപ്പം അന്ന് കുറെ കൂടെ ഒരു ക്ലാസിക്കൽ രാഗ ബേസ്ഡ് ആയിട്ടുള്ള സോങ്സും മ്യൂസിക്കും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ മ്യൂസിക്കലി റിച്ച് ആയിട്ടുള്ള സോങ്സ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറെ കൂടെ ടെക്നിക്കലി ആൻഡ് സൗണ്ടിങ് വൈസ് റിച്ച് ആയിട്ടുള്ള പാട്ടുകളിലോട്ട് മാറി. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അന്നത്തെ നല്ലതായിരുന്നു ഇന്നത്തെ മോശം. അത് ഒരു ചേഞ്ചാണ്, കാലത്തിൻ്റെ ഒരു ചേഞ്ചാണ്. പിന്നെ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തിയിട്ട് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനും പറയും 80s-ലത്തെ 90s-ലത്തെ മ്യൂസിക്കിൻ്റെ അത്രയും റിച്ച്നെസ് ഒന്നും ഇന്നത്തെ മ്യൂസിക്കിനില്ല എന്നൊക്കെ നമുക്ക് പറയാം. അല്ലാതെ നമുക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ കാണുന്നതിൽ കാര്യമില്ല. ഓക്കെ, ഇപ്പം പലതും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ MG ശ്രീകുമാർ അതേപോലെ തന്നെ വേടൻ, അവരുടെ ഒരു ചെറിയൊരു ഇഷ്യൂ നമ്മൾ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയണത്? കാരണം ശ്രീകുമാർ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും എത്രയോ സോങ്സ് പാടിയിട്ട് ലെജൻഡാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് കൈലാസിന് പറയാനുള്ളത്? ശ്രീ എം ജി ശ്രീനിവാസ് സാറിന് വേടനെ അറിയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ തെറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവരും അറിയോ ഇല്ലല്ലോ, ഒരിക്കലല്ലോ. അപ്പൊ അതിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ഇപ്പൊ ഓൺഗോയിങ് ഒരു രീതി. ഇതേ ആൾക്കാർ തന്നെ കുറച്ച് കഴിയുമ്പം നേരെ തിരിയും ചെയ്യും. അതെ, വേറൊരു കാര്യം വരുമ്പോൾ അവർ നേരെ സംസാരിക്കുകയും ചെയ്യും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, അതേപോലെ ഫേവറേറ്റ് മ്യൂസീഷ്യൻ അങ്ങനെ ആരെങ്കിലും പറയാനുണ്ടോ? ഫേവറേറ്റ് മ്യൂസീഷ്യൻ കുറെ പേരെ പറയണം. പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് AR റഹ്മാനാണ്. അതെ, അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല വർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കണ്ടിട്ടുണ്ട്, 1-2 തവണ കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസൂയാണ്. ആരെങ്കിലും ഇപ്പോൾ റഹ്മാൻ സാറിന്റെ കൂടെ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പോയി ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ അവരെ കാണുന്നത് തന്നെ വലിയ എന്താ പറയുക, എന്തോ ഭാഗ്യം ചെയ്ത വലിയ മനുഷ്യന്മാരായിട്ടാണ് കാണുന്നത്. കാരണം അത് അത്രയും ഈ പറഞ്ഞ പോലെ വൺസ് ഇൻ ഇത്ര ഇയേഴ്സിലൊക്കെ ആയിരിക്കും റഹ്മാൻ സാറിനെയും ഇളയരാജ സാറിനെയൊക്കെ പോലത്തുള്ള കമ്പോസേഴ്സ് ഒക്കെ ഉണ്ടാവുക. അവരൊക്കെ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള കമ്പോസേഴ്സ്, മ്യൂസീഷ്യൻസ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതല്ലാതെ ഒരുപാട് നല്ല മ്യൂസീഷ്യൻസ് നമുക്ക് ചുറ്റുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുന്ന ലെജൻസ് എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ രാജസാറിൻ്റെ സമയത്ത് രാജസാർ, അതിന് മുമ്പ് MSV, അത് കഴിഞ്ഞ് ഇളയരാജ സാർ, റഹ്മാൻ സാർ. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന മാജിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് വേഗം തന്നെ അല്ലേ കൈലാസും AR റഹ്മാനും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഫിലിം ഇപ്പൊ ഓൺഗോയിങ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു തമിഴ് മൂവി, ഒരു ഫസ്റ്റ് തമിഴ് മൂവി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കും പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സോണി ലിവിൻ്റെ ഒരു വെബ് സീരീസിൻ്റെ BGMന്റെ വർക്കും ഇപ്പം ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ് എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫാമിലിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? വൈഫ് അന്നപൂർണ അല്ലേ? വൈഫ് അന്നപൂർണ അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും പ്രശ്നമൊന്നുമില്ല, സൈബർ അറ്റാക്ക് പ്രശ്നമുള്ളത്. അതെ. പിന്നെ ഒരു മോനുണ്ട്, മോന് 5 വയസ്സാവാൻ പോകുന്നു. അതെ, പുള്ളിക്കാരൻ രുദ്രൻ അല്ലേ, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കോവിഡ് ടൈമില്. അതെ. സ്റ്റോറീസ് എല്ലാം കുറെ കാണുന്നുണ്ട്, ഭയങ്കര ക്യൂട്ടാണ് ആള്. പാട്ടൊക്കെ എങ്ങനെയാ? പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മ്യൂസിക്കും എല്ലാം വളരെ താല്പര്യമുണ്ട്. പിന്നെ പയ്യെ പഠിപ്പിക്കാൻ ചേർക്കണം, ഇനി എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാനൊക്കെ പഠിപ്പിക്കാൻ, മ്യൂസിക് ഒക്കെ പഠിക്കാൻ ഇനി 5 വയസ്സാവുകയാണല്ലോ, അപ്പൊ പയ്യെ ചേർക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് റീലില് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഇട്ടിമാണിയിലെ ഒരു സോങ് ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, താങ്കളുടെ ആണല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ചിലതല്ലേ പണ്ടത്തെ സോങ്സ് വീണ്ടും ട്രെൻഡിങ് ആയിട്ട് വരും. അതെ. ഇപ്പം ഇട്ടിമണിയിലെ വെണ്ണിലാവ് പെയ്തലിഞ്ഞ എന്നൊരു സോങ് ഉണ്ട്, മനു മഞ്ജിത്ത് എഴുതിയ. അതിൻ്റെ അകത്ത് ഒരു വരി ഈ പറഞ്ഞ പോലെ അമ്മയുള്ള കാലത്തോളം കുഞ്ഞു തുമ്പിയായി എന്നുള്ളൊരു വരിയുണ്ട്. അത് കയറിയപ്പോൾ 5-6 വർഷത്തിന് ശേഷം ഭയങ്കരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിൻ്റെ എപ്പോഴും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് കയറി നമുക്ക് ചില സമയങ്ങളിൽ ഇറങ്ങുമ്പോൾ നമുക്കത് പക്ഷേ ഈ പാട്ട് കുറച്ചുകൂടെ ഡിസേർവ് ചെയ്തിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ചിലപ്പോൾ അത് എവിടെ എത്താതെ പോകും. പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതാണ് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു മാജിക്. ഇപ്പം ജോബ് കുര്യൻ ഒരു 12-13 ഇയേഴ്സ് ബാക്ക് ചെയ്തൊരു സോങ് ഇപ്പം ഭയങ്കര ഇൻസ്റ്റയിലൂടെ വൈറലായി പാട്ട് ഇത്ര വർഷത്തിന് ശേഷം. അപ്പോൾ അന്ന് അവർ ഇറക്കിയ സമയത്ത് എത്ര ആഗ്രഹത്തോടുകൂടി ഇറക്കിയതായിരിക്കും, പക്ഷെ വലിയ വിചാരിച്ചത്രയും റീച്ച് ഇല്ലാതെ പോയിട്ട് പിന്നെ അത് പിക്കപ്പ് ആവും. അപ്പോൾ നമുക്ക് അതൊരു ശരിക്കും വളരെ നല്ല കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ തന്നെ ചെയ്തിട്ട് അധികം ആൾക്കാരിൽ എത്താതെ പോയ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരുപാട് പാട്ടുകൾ. അങ്ങനത്തെ ഒരു സോങ് ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സോങ് പെട്ടെന്ന് ഓർത്ത് പറയാനുള്ളതുണ്ടോ? അതായത് നല്ല പ്രതീക്ഷയോടെ ചെയ്തൊരു മ്യൂസിക് ആയിരിക്കാം, പക്ഷെ അതൊരു അങ്ങനെ ഇപ്പോൾ പറഞ്ഞതുപോലെ കൈലാസ് പറഞ്ഞതുപോലെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും നല്ല സോങ് ആണോ ഒരു മൂവിയിൽ, നമ്മളത് മിസ്സായി പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും ഒരുപാട് പാട്ടുകൾ നമ്മൾ തന്നെ ചെയ്ത പാട്ടുകൾ പലതും നമുക്ക് ഈ പാട്ട് കുറച്ചുകൂടെ ഡിസേർവ് ചെയ്തിരുന്നു തോന്നും. എനിക്കൊരു വ്യത്യാസം തോന്നി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു പണ്ടത്തെയും ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നല്ല പാട്ടായിരുന്നെങ്കിൽ എത്ര ചെറിയ മൂവിയാണെങ്കിലും എത്ര മോശം മൂവിയാണെങ്കിലും ആ പാട്ട് ആൾക്കാരിലൂടെ എത്തുമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ അത്രയും അധികം പാട്ടുകൾ ഇറങ്ങുന്നില്ലല്ലോ, ഡെയിലി ബേസിസിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ ഒരു ചെറിയ മൂവിയാണെങ്കിലും ഒരു വളരെ മോശം മൂവിയാണെങ്കിലും പാട്ട് നല്ലതാണെങ്കിൽ കയറി ഹിറ്റാവുമായിരുന്നു. ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് മിക്ക പാട്ടുകളും നമുക്ക് അറിയാം, മോശം പടമാണെങ്കിൽ പോലും നമുക്കറിയാം. ഇപ്പം അതിനുള്ള സ്പേസ് വളരെ കുറവാണ്. ഇപ്പം ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള മൂവി അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട മൂവി
അങ്ങനത്തുള്ള മൂവീസിലത്തെ സോങ്സ് ആണ് ഇന്ന് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുക. അല്ല നല്ല പാട്ടായതുകൊണ്ട് എവിടെ എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ പലപ്പോഴും ചിലപ്പം ഒരു വലിയൊരു പ്രൊജക്റ്റിലെ ഒരു ആവറേജ് സോങ് ചിലപ്പം സൂപ്പർ ഹിറ്റായി മാറാം. സെയിം ടൈം ചെറിയൊരു പ്രൊജക്റ്റിലെ എക്സലൻറ്റ് സോങ് ചിലപ്പോൾ എവിടെ എത്താതെ പോകാം. അപ്പം ഇന്ന് വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ്. ആൾക്കാരിലോട്ടൊന്ന് പിയേഴ്സ് ചെയ്ത് എത്തിക്കിട്ടുക എന്നുള്ളത് വലിയ പാടാണ്. എത്തിക്കിട്ടിയാലല്ലേ നല്ലതാണോ അല്ലയോ ഹിറ്റാവും ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഉള്ളപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വരിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ അവർ റീലാക്കി അത് അവിടെ നിന്ന് കയറി പിക്കായി പയ്യെ കയറി കൊളുത്തി കയറി ഭയങ്കര വൈറലായി മാറുക എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഒരു ഭാഗ്യമാണല്ലോ ശരിക്കും. അങ്ങനത്തെ വലിയ ഭാഗ്യമുണ്ട്. അതെ അതെ അതെ. അല്ല, ഇപ്പൊ ഇട്ടിമാണി എന്ന സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതില് ലാലേട്ടൻ വന്നിട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സംസാരിച്ചിട്ട്? അദ്ദേഹത്തിനെ ഞാൻ അന്ന് അതിൻ്റെ ലൊക്കേഷനിൽ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഡയറക്ടറിനെ വിളിച്ചിട്ട് ആ സോങ് ഒന്ന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വൈഫ് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു അഡ്വക്കേറ്റ് വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു സോങ് ഉണ്ട് ഇന്ന പടത്തിലെ പാട്ട് ഈ പെർട്ടിക്കുലർ സോങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് നമ്മളെല്ലാവരും. അപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും 90s നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90s സോങ്സ് അല്ലേ കണ്ടിന്യൂസ്. അദ്ദേഹത്തിന്റെ ഹിസൈനസ് അബ്ദുള്ള, കിലുക്കം, താളവട്ടം, എല്ലാ പാട്ടും ഒരു മാജിക് എന്ന പോലെ പാട്ടുകളും അതെ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും അതെ, ഒരു എന്താ പറയാ ഒന്നും പറയാനില്ല. ഒരു പ്രത്യേക ഈ പറഞ്ഞ നേരത്തെ ഞാൻ റഹ്മാൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു നമുക്ക് മ്യൂസിക് ഫീൽഡിലുണ്ട് ഇതുപോലത്തെ ചില ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ചെന്നൈയിൽ അമൽരാജ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസീഷ്യനുണ്ട്. അമൽരാജ് മ്യൂസിക് പഠിച്ചിട്ടേ ഇല്ല, മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവും ചെറുപ്പത്തിലില്ല. പക്ഷെ പുള്ളിയുടെ എന്ത് ഇൻസ്ട്രുമെന്റ് കൊടുത്താലും പുള്ളി അതെടുത്തിട്ട് വായിക്കും, അതും പ്രൊഫഷണൽ ലെവലിൽ വായിക്കും. ഇപ്പം ചില ബന്ധമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീണയും സിത്താറും എവിടെയോ ബന്ധമുണ്ട്, എന്തെങ്കിലും ഒന്നറിഞ്ഞാൽ മറ്റേതിലോട്ട് കുറച്ചറിയാം. ഇതങ്ങനെയല്ല, വീണയും സിത്താറും ആയിരിക്കും വായിക്കുക, അതോടൊപ്പം ചിലപ്പോൾ പുള്ളി ഫ്ലൂട്ടായിരിക്കും വായിക്കുക, വയലിൻ വായിക്കുക. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് എന്താണ് ആ മാജിക് എന്ന് നമുക്ക് മനസ്സിലാവില്ല. പഠിക്കുന്ന മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്ത് ഇൻസ്ട്രുമെന്റ് കിട്ടിയാലും എടുത്തങ്ങ് വായാനും തുടങ്ങും. വായിക്കുന്നത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വായിക്കുന്ന ആ ലെവലിലായിരിക്കും. അങ്ങനത്തെ ചില മ്യൂസീഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ആക്ടിങ്ങിൽ എപ്പോഴും മോഹൻലാൽ സാറിൻ്റെ കാര്യം തോന്നാറുള്ളത്. കാരണം എന്ത് ഒരു ടാസ്ക് കൊടുത്താലും അദ്ദേഹം അത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിനകത്ത് എത്രയോ കാലങ്ങളായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിരുന്ന് ചെയ്യാൻ തോന്നുമല്ലോ. അതൊരു വല്ലാത്തൊരു ഗിഫ്റ്റാണ്. ഇപ്പോൾ കൈലാസ് ഇപ്പോൾ 16ാമത്തെ വയസ്സിൽ ഈ ഒരു ഫീൽഡിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് പാട്ട് നേരത്തെ പഠിച്ചിരുന്നോ? എങ്ങനെയാണ്? സ്കൂളിൽ പഠിക്കുമ്പം കുറച്ച് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയിൽ ആരും മ്യൂസിക് ഫീൽഡിലുള്ളതല്ല. അത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ഒരു ആൽബം ഒരു പാട്ട് ചെയ്തു, പിന്നെ ഒരു ആൽബമായിട്ട് അത് ചെയ്തു സ്കൂളിൽ പഠിക്കുമ്പോൾ 15ാമത്തെ വയസ്സിൽ. അങ്ങനെ തീരുമാനിച്ചതാണ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങണം എന്നുള്ളത്. അപ്പം അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. കാര്യം നമുക്കൊരു ഡൗട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പോലും നമുക്ക് ഈ ഫീൽഡിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പ്രത്യേകിച്ച് എല്ലാവർക്കും എഞ്ചിനീയറിങ് ഡോക്ടറാവുക എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന കാലം കൂടെ ആയതുകൊണ്ട് ആ ടൈമിൽ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ കൺവിൻസ്ഡ് ആയി. പാരൻസ് കൺവിൻസ്ഡ് ആയി, വലിയ കാര്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. കാര്യം ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോൾ വല്ല സ്കൂളിലൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യം അതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു പ്രൊഫഷൻ ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. ചിലപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കും ഈ ഗസ്റ്റായിട്ട് പോകണം. കാരണം അവിടെ പോയിട്ട് ഞാൻ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഒരു കൃത്യമായൊരു അറിവുണ്ടാവില്ല എന്താണ് വേണ്ടത്. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് കോളേജിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിൽ നമുക്ക് അതാണോ നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത പിള്ളേർ ഒരുപാടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു വർഷം ബ്രേക്ക് എടുക്കൂ, ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ. ഈ നമുക്കെപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഈ ഓരോ വർഷവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നില്ലേ? അതായത് ഈ വർഷം മിസ്സായി പോയാൽ പിന്നെ അടുത്ത വർഷം എന്ത് ചെയ്യും, ആ വർഷം പോയില്ലേ എന്നൊക്കെ. വൺസ് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും ഒരുപോലെയാണ്, നമുക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർഷം പോകുമെന്ന് കരുതിയിട്ട് ഇഷ്ടമല്ലാത്തൊരു കോഴ്സ് എടുത്തിട്ട് ഇഷ്ടമല്ലാത്ത കാര്യം ലൈഫ് ലോങ് ചെയ്യുന്നതിലും നല്ലത് ടേക്ക് എ ബ്രേക്ക്, എന്നിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ, മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താ ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് നോക്കിയിട്ട് അതിലോട്ട് ഇറങ്ങുക. അത് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അങ്ങനെ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് അവരെ സപ്പോർട്ടോടി വന്ന ആളാണ്. എല്ലാവർക്കും സപ്പോർട്ട് കിട്ടാൻ കുറച്ച് പാടാണ് ഡെഫിനറ്റ്ലി, പക്ഷേ സ്റ്റിൽ ട്രൈ ചെയ്യുക, അതാണ് പറയാനുള്ളത്. അല്ല, എനിക്കും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പഠിച്ച് പോവാന്നല്ലാതെ ആ ഒരു ടൈമിൽ 12th എത്തുമ്പോഴും എന്താണ് ഒരു എയിം, വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളുടെ ഒരു സിസ്റ്റം തന്നെയാണ്. കാര്യം ശരിക്കും പറഞ്ഞാൽ 12 വർഷം LKG UKG കുട്ടികൾ 14 വർഷം ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓരോ കുട്ടിക്കും എന്താണ് കഴിവെന്ന് മനസ്സിലാക്കാനും അവരെ ഗൈഡ് ചെയ്യാനും. ഇന്ന കുട്ടിക്ക് ഇന്ന ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള കൂടുതൽ ഞാനെപ്പോഴും ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പം നിങ്ങൾ എന്നെ മ്യൂസിഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ ഗസ്റ്റായി വിളിക്കുന്നു, അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊരു വേറൊരു ഗവൺമെൻറ് ഒരു എംപ്ലോയിനെ വിളിക്കൂ, അല്ലെങ്കിൽ ഒരു സിംഗറിനെ വിളിക്കൂ, ആർട്ടിസ്റ്റിനെ വിളിക്കൂ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിക്കൂ. എന്നിട്ട് ഈ കുട്ടികൾക്ക് വീക്ക്ലി വൺസ് വല്ലതും ഒരു ജസ്റ്റ് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വയ്ക്കൂ. എത്ര പേരെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ചേഞ്ചസ് വരണം. ഇനിയിപ്പോൾ അത്ര ചേഞ്ചസ് ഒന്നും പെട്ടെന്ന് വരുത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു സ്കൂളിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു കുറച്ച് ശതമാനം കുട്ടികൾക്ക് മാത്രം കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവും, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ലോയർ ആവണം എന്നൊക്കെ. ഒരുപാട് പേര് ബ്ലാങ്ക് ആണ്, എന്താണെന്ന് അറിയാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരം ഇൻട്രാക്റ്റീവ് സെഷൻസും ഇവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒരു സ്പാർക്ക് ഉണ്ടാക്കാനും ഇന്ന ഫീൽഡ് ചൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു മെൻറ്ററിനെ നമുക്ക് കിട്ടുന്ന പോലെ. ഇന്ന് പിന്നെ എല്ലാവരും സോഷ്യലി ആക്റ്റീവാണ്, സോഷ്യലി ഈസിലി അപ്രോച്ചബിൾ ആണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം ഒരു CA ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്നിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നടത്തിയെന്ന് വെച്ചോളൂ. അപ്പോൾ ആ കുട്ടിക്ക് നാളെ ഒരു CA ആവണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു മെൻറ്ററിനെ കിട്ടുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതൊന്നും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ഈ ഒരു ടോക്കിലൂടെയെങ്കിലും അല്ലേ, കുറച്ച് പേരെങ്കിലും ഒരു ചേഞ്ച്. ഇപ്പോൾ ഒരു മൂവി ത്രൂ നമ്മുടെ സ്കൂളിലെ ചില സ്കൂൾസിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള രീതിയിലെല്ലാം മാറ്റി കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ മൂവിയിലത്തെ ഒരു സീനിനെ ഇൻസ്പയർ ചെയ്തിട്ട് തമിഴ്നാട് ഗവൺമെന്റ്. അതെ, അതൊക്കെ നല്ല കാര്യമാണ്. വളരെ നല്ല ഒരുപാട് ചേഞ്ചസ് ആക്ച്വലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡെഫിനറ്റ്ലി വരണം. നമ്മൾ ഈ ഒരു കാര്യം പറയാൻ പോയി കുറേ കാര്യങ്ങൾ ഇതിൽ വരും. കുറേയധികം കാര്യങ്ങളുണ്ട്. എന്താണ് കൈലാസിന് ഇപ്പോൾ സിംഗർ എന്നുള്ള രീതിയിൽ മ്യൂസിക് ഇഷ്ടമാണ്, പ്രൊഫഷനാണ് ഇപ്പം മോർ ദാൻ പാഷൻ. അതല്ലാതെ പാഷൻ എന്താണ്? ട്രാവലിംഗ് അങ്ങനെ? ഡെഫിനറ്റ്ലി ട്രാവലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിനോളം തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതെ, അത് പല കൈൻഡ് ഓഫ് ട്രാവലിംഗ് ഇഷ്ടമാണ്. ചില സമയങ്ങൾ ഒറ്റയ്ക്കുള്ള യാത്ര, ചിലപ്പോൾ ഫാമിലി ആയിട്ടുള്ളത്, ഫ്രണ്ട്സ് ആയിട്ടുള്ള, അങ്ങനെ പല. ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നത് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ്. അന്നുണ്ടാക്കിയ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. ഞങ്ങളൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഇപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ യാത്രകൾ പോകാറുണ്ട്. അതിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടാവും. നമ്മൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള അങ്ങനെ പാർട്ട്നേഴ്സ് ആരും ഉണ്ടാവില്ല. നമ്മൾ സ്കൂളിലുണ്ടാകുന്ന ആ ഫ്രണ്ട്സ് ആരൊക്കെയാണോ അവർ മാത്രം. അതെ. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് അതെങ്ങനെ സംഭവിക്കുന്നു, വീട്ടിലെങ്ങനെ. പക്ഷെ ലക്കിലി ഞങ്ങളുടെ എല്ലാവരുടെയും പാർട്ട്നേഴ്സിനൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഓരോ രാജ്യമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഇക്കൊല്ലം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈജിപ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് അവിടെ സറൗണ്ടിങ് ഏരിയയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ആയി. പുതിയ പ്ലാനിങ് ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്ലാനിങ് എന്തായാലും ഇക്കൊല്ലം തന്നെ പോകുമല്ലോ, ഇക്കൊല്ലം എന്തായാലും പോകണം. ഓക്കെ. അതുപോലെ ലാസ്റ്റ് ഒരു കാര്യം കൂടി, ഇപ്പം യുദ്ധം എന്ന് പറയുന്ന നമ്മൾ കണ്ടു, ഇന്ത്യ പാക് വാർ വീണ്ടും വന്ന് കണ്ടിരുന്നു. അപ്പം എങ്ങനെയാണ് കൈലാസിന്റെ ആ ഒരു നോക്കി കാണുന്നത്, ഒരു അപ്രോച്ച് എങ്ങനെയാണ്? യുദ്ധം എന്ന് പറയുന്നത് ചിലർ പറയും യുദ്ധത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് പീസായിട്ട്. ഇപ്പോൾ പലരുടെയും ഇൻ്റർവ്യൂസ് എല്ലാം കാണുമ്പോൾ നമ്മൾ കാണുന്നതാണ്, എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ മാത്രമല്ല, ഇപ്പോൾ തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രാജ്യത്തിൽ അവർ മാത്രമല്ലല്ലോ, ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാരും അതിൽ ബലിയാട് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇത് ഇപ്പം ഈ ഒരു ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഒരു ഔട്ടർ ലെയറിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു പോയിന്റ് വളരെ വാലിഡാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പുതിയ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാരുടെ ചിന്തകളൊക്കെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊക്കെ കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ ഈ ബോർഡർ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ
ശരിക്കും പറഞ്ഞ ഒരു ആവശ്യമില്ലാത്ത കോൺസെപ്റ്റാന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ഒരു ടോപ്പിക്കിൽ ഞാൻ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണ്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടേ പിന്നെയും എനിക്കത് പറയാൻ പറ്റൂ, അതായത് ഇത് സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ. കാരണം ഇപ്പം തന്നെ നമുക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പം ഡെഫിനറ്റ്ലി അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് അതിനെ സപ്രസ് ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ബ്രോഡർ കോൺസെപ്റ്റിൽ നോക്കിക്കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനാണെന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ട് ആ ക്ലാരിറ്റി ശരിയാണ്, അതൊരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴേ നമുക്ക് കോണ്ടെക്സ്റ്റ് ആ ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കൊരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, ചെയ്തല്ലേ പറ്റൂ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ യുദ്ധം പറ്റില്ല സമാധാനമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും. അതെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. പിന്നെ അതിൻ്റെ ഒരു ബ്രോഡർ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ നമുക്ക് വളരെ റെസ്പെക്റ്റ് തോന്നുന്ന ചില ആൾക്കാരുടെ ടോക്സ് കേൾക്കുമ്പോഴും അതിൽ നിന്നൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മൾ ചിന്തിക്കാത്ത കുറേ പെർസ്പെക്റ്റീവ്സ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും തോന്നുന്നു. അപ്പോൾ ഒരു വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും സോഷ്യൽ മീഡിയയിൽ പലതരം കാര്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നീ ഹിമമഴയായി പാടിയിട്ട് നിർത്തിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടു, ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിത, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ. അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം, അകലേ മാഞ്ഞിടാതെ ചേർന്നിരന്നിൽ നീ എന്നോമലേ. ലയിച്ചു പോയി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സവിത, താങ്ക് യു വെരി മച്ച്.